ആറളം പുനരധിവാസ മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രദേശം കോട്ടപ്പാറ എന്ന പ്രദേശമാണ്. എനിക്ക് പുറകിൽ കാണുന്നത് വനംവകുപ്പിന്റെ RRT സംഘമാണ്. ഈ മേഖലയിൽ, പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ വലിയ നാശം വിതയ്ക്കുന്ന, ജീവഹാനിക്ക് പോലും ഇടയാക്കിയിട്ടുള്ള അപകടകാരിയായ മോഴയാനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് RRT സംഘം ഇപ്പോൾ ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആറളം വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പുനരധിവാസ മേഖലയുമായി ബന്ധപ്പെട്ടുമെല്ലാം ഏത് ഭാഗത്താണ് മോഴയാന ഉള്ളത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന തുടർച്ചയായി നടന്നു വരികയാണ്. പക്ഷേ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിൽ ഉന്നതതല ഉദ്യോഗസ്ഥരടങ്ങിയിട്ടുള്ള സംഘം യോഗം ചേർന്ന് മോഴയാനയെ പിടികൂടുന്നതിന് വേണ്ടി, മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് സംബന്ധിച്ച ആസൂത്രണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ ഇല്യാസ് റാവുത്തറുടെ നേതൃത്വത്തിൽ ഒരു നിരീക്ഷണം, ഈ ആന പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ ഏത് ഭാഗത്താണ് ഉള്ളത്, അതിനെ കണ്ടെത്തി അതിനെ ആ ഒരു പ്രദേശം മാർക്ക് ചെയ്ത് ആനയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതെല്ലാം തരത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയും, ആ നിലയിലുള്ള ഒരു ചർച്ചയും അതുപോലെ തന്നെ തീരുമാനവുമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RRT സംഘം ഉൾപ്പെടെ ഇപ്പോൾ വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ ഷൈനികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ RRT സംഘത്തെ നയിച്ചുകൊണ്ട് കോട്ടപ്പാറ മേഖലയിൽ ഇന്ന് ഉള്ളത്. ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ ഒരു തിരച്ചിൽ ഈ മോഴയാനയെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുകയാണ്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഈ നിലയിൽ വ്യാപകമായ പരിശോധന നടത്തിയെങ്കിലും പകൽ സമയത്താണ് കൂടുതലും പരിശോധന നടത്തിയത്. ആ ഘട്ടത്തിലൊന്നും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പകൽ സമയങ്ങളിൽ ഈ ആനയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ RRT സംഘത്തെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. കണ്ടെത്തിയാൽ തന്നെ അതിനെ പിടികൂടുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ, അതിനെ മയക്കുവെടി വെച്ച് പിടികൂടി കഴിഞ്ഞാൽ തുടർന്നുള്ള ആനക്കൊട്ടിൽ എവിടെ, എങ്ങനെ എന്നെല്ലാമുള്ള സംവിധാനങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം വനംവകുപ്പ് വളരെ കാര്യക്ഷമതയോടുകൂടി ആലോചിക്കുകയും അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഏതാണ്ട് ആ വകുപ്പ് അവരുടെ ഭാഗമായി പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആനയെ പിടികൂടി, മയക്കുവെടി വെച്ച് പിടികൂടി അതിനെ വേറൊരു തരത്തിൽ ഇവിടെ ജനങ്ങളെ സുരക്ഷിതമാക്കി നിർത്തുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായിട്ടിപ്പോൾ വനംവകുപ്പിന് മുന്നിൽ നിൽക്കുകയാണ്. ഏതായാലും ഈ ആനയെ ഉള്ള സ്ഥലത്ത് ഏത് ഭാഗത്താണ്, വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗത്താണോ, അതല്ല പുനരധിവാസ മേഖലയുടെ ഏതെങ്കിലും ഭാഗത്താണോ, ആർല ഫാം മേഖലയിലാണോ എന്നെല്ലാമുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയാൽ മാത്രമേ ആനയെ കണ്ടെത്താൻ കഴിയൂ. അതിനുവേണ്ടിയാണ് വനംവകുപ്പ് ഡ്രോൺ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിക്കുന്നത്. ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ഉയരത്തിൽ വരെ പോയി ഒരു മേഖല പോയിന്റ് ചെയ്യുന്ന മേഖലയിലാകെ വനം വകുപ്പിൻ്റെ ആ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് പോയിന്റ് ചെയ്യുന്ന ഏത് ഭാഗത്താണോ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയിലെല്ലാം വളരെ കൃത്യമായി ചിത്രം തെളിയുന്ന നിലയിലുള്ള അത്യാധുനിക ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പകൽ സമയത്ത് പരിശോധന നടത്തുന്നത്. രാത്രിയാണ് ഈ ആന പലപ്പോഴും ഇറങ്ങി നാശനഷ്ടം വരുത്തുന്നത് എന്നുള്ളതും മുമ്പ് വാർത്തകൾ വന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ നിലയിൽ വീടുകൾക്ക് തൊട്ടടുത്ത് തന്നെ എത്തി വീട് തകർക്കുന്ന നിലയിൽ തുടർച്ചയായി ഈ മോഴയാന അപകടം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടാനയുടെ ഈ ഒരു പ്രശ്നം ആറളം പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ വലിയ നിലയിൽ ജനങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ ബുദ്ധിമുട്ടായി, പ്രയാസമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ തുടർച്ചയായി ജീവഹാനി വരുത്തുകയും അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കുകയും അതുപോലെ തന്നെ വീടുകൾ തകർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വനംവകുപ്പ് എത്രയും വേഗം ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ മോഴയാനയെ പിടികൂടി, അപകടകാരിയായ മോഴയാനയെ പിടികൂടി, മയക്കുവെടി വെച്ച് പിടികൂടി ആനക്കൊട്ടിലേക്ക് മാറ്റണം എന്നുള്ളൊരു തീരുമാനം വനംവകുപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും എല്ലാം നേതൃത്വത്തിൽ തീരുമാനിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ DFOയുടെ സാന്നിധ്യത്തിൽ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഈ തീരുമാനത്തിലെത്തുകയും ചെയ്തത്. ഇപ്പോൾ 3ാമത്തെ ദിവസമാണ് പരിശോധന നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇനിയിപ്പോൾ ഇവർക്ക് പരിശോധിക്കാനുള്ളത് ഹെലിപ്പാഡ് ഭാഗത്ത് ഉൾപ്പെടെയാണ് പരിശോധിക്കാനുള്ളത്. ഒരുപക്ഷെ അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറഞ്ഞിരിക്കുന്ന നിലയിലായിരിക്കാം ആനയുള്ളത് എന്നാണ് ഈ RRT ഉദ്യോഗസ്ഥരുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ മഴ ഈ പരിശോധനയ്ക്ക് ഒരു തടസ്സമാകുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ആ മഴയുടെ തടസ്സം കൂടി ഒന്ന് മാറിക്കിട്ടി അതിൻ്റെ ഒരു ഇടവേളയിൽ കൃത്യമായി കാര്യക്ഷമമായ ഒരു നിരീക്ഷണവും ഒരു പരിശോധനയുമെല്ലാം ഈ മോഴയാനയെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തും. അങ്ങനെ നടത്താവുന്ന അതിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. ഡോക്ടർ ഇല്യാസ് റാവുത്തറുടെ നേതൃത്വത്തിലാണ്
ഈ ഒരു നിരീക്ഷണം നടക്കുന്നത്. ആനയുടെ ആരോഗ്യനില പരിശോധിക്കണം, അതിൻ്റെ ഇപ്പോൾ ഏത് നിലയിലാണ്, അതിൻ്റെ ഒരു സ്വഭാവ രീതി എങ്ങനെയാണ് ഉള്ളത് എന്നെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമാണ് മയക്കുവെടി വെക്കാനുള്ള ഒരു നടപടി അധികൃതർ സ്വീകരിക്കുക. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിശോധന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണ്. ആനയെ കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ആനയെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് തുടർച്ചയായി വനം വകുപ്പിൻ്റെ RRT സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി റേഞ്ചറായിട്ടുള്ള ഷൈനി കുമാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം, RRT സംഘം പുനരധിവാസ മേഖലയുടെ വിവിധ മേഖലകളിൽ എല്ലാ ദിവസവും പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കണ്ടെത്തിക്കഴിഞ്ഞാൽ മയക്കുവെടി വെക്കണം. മയക്കുവെടി വെക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ മയക്കുവെടി വെച്ച് ആനയെ കിട്ടിക്കഴിഞ്ഞാൽ ആന കൊട്ടിലേക്ക് മാറ്റണം. അത് സംബന്ധിച്ചും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. എങ്ങോട്ടേക്ക് മാറണം? മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകണോ, അതല്ല വേറെ ഏതെങ്കിലും സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ആനക്കൊട്ടിൽ അത് സംവിധാനം ചെയ്ത് അതെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി അവരുടെ വനം വകുപ്പിൻ്റെ ഒരു ആലോചനയിലാണ്. ആർളം പുനരധിവാസ മേഖലയിലെ കോട്ടപ്പാറയിൽ നിന്ന് അഫ്രലിനൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.